അതാണ് ഭഗവാന്റെ പാദത്തിൽ കുറേ ചിഹ്നങ്ങളുണ്ട് എന്ന് പറയും. വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം ഉത്തുംഗരക്തവിലസന്നക ചക്രവാള ജ്യോത്സ്നാഭിരാഹത മഹത് ഹൃദയ അന്ധകാരം. നമ്മളെ ഹൃദയത്തിലെ അന്ധകാരത്തിനെ ഇല്ലാതാക്കുന്ന 10 ചിഹ്നങ്ങളാണ് ഭഗവാന്റെ പാദങ്ങളിലുള്ളത്. അതിൽ ഒരു ചിഹ്നമാണ് എന്ത്? ഈ അങ്കുശം എന്ന് പറയും അല്ലേ. അപ്പം അവിടെ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ആനേനെ എങ്ങനെ എഴുന്നള്ളിക്കണതൊക്കെ കാണാം. ആ ആനക്കാരൻ്റെ കയ്യിൽ എന്തുണ്ടായിരിക്കും? ആ അങ്കുശം, ഒരു തോട്ടി ഉണ്ടായിരിക്കും അല്ലേ. ഏതാ തോട്ടീൻ്റെ പ്രത്യേകത? ഏതാ ഈ തോട്ടീൻ്റെ പ്രത്യേകത? ഈ ആനക്കാരൻ വിചാരിക്കുന്നിടത്ത് ആര് നിൽക്കും? ആനതാ നിൽക്കും അല്ലേ. അത് ഭഗവാന്റെ കയ്യിലുമുണ്ട് പറയുക. ഭഗവാന്റെ പാദത്തിലുള്ള ഒരു ചിഹ്നമാണ് അങ്കുശം. ഭഗവാൻ ഇങ്ങനെ നമ്മൾ എങ്ങോട്ടെങ്കിലും ദൂരത്തേക്ക് പൊട്ടിച്ചാൽ ആ അങ്കുശം എടുത്ത് നമ്മളെ കഴുത്തിലിട്ട് ഇങ്ങോട്ട് വാ, എങ്ങട്ടാ പോകണമെന്ന് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പിന്നെ നമ്മളെ ആ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ ആ ഭഗവാൻ ഇതാ കൂട്ടിക്കൊണ്ടുപോകും. ആണ് ഈ ഭഗവാന്റെ പ്രത്യേകത അല്ലേ. അപ്പോൾ ഈ ഭാഗവതത്തിനെ ഒരിക്കലും ഉപേക്ഷിക്കല്ല വേണ്ടത്. എന്താ വേണ്ടത്? നിരന്തരമായിട്ട് ഭാഗവതം അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അജ്ഞാനദ്വന്ദ് വിധ്വംസ കോടിസൂര്യ സമപ്രഭ സൂത ആഖ്യാഹി കഥാസാരം. എന്ത് ഫലേച്ഛ ഉള്ളതാവുന്ന ഈ കഥ